ഹലോ മക്കളെ, ഒരു മാജിക്കൽ ടോപ്പിക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഏതാണെന്നറിയോ മാജിക്കൽ ടോപ്പിക്ക്? രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന ചാപ്റ്റർ. അതിലെല്ലാ പ്രിൻസിപ്പിളും നമ്മൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഓപ്ഷനും അവൈലബിൾ അല്ല. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ ഹെൻറി ഫെയോൾ ഉണ്ടല്ലോ, 14 പ്രിൻസിപ്പിൾസ് പഠിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ച ഒരാൾ. ഹെൻറി ഫെയോളിൻ്റെ 14 പ്രിൻസിപ്പിളിൽ ഒരെണ്ണം നിങ്ങൾക്ക് വെട്ടാം. ആ ഒരെണ്ണം നിങ്ങൾ അടിപൊളിയായിട്ട് ഇപ്പോൾ പഠിക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഏകദേശം ഒരു 80% ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൂടാതെ അതിൽ തന്നെ 1 മാർക്കിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 in 1 ആണ് അല്ലേ? അപ്പോൾ അതൊരു മാജിക്കൽ ടോപ്പിക്കാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആ ടോപ്പിക്ക് ഏതാണെന്നറിയോ? നമ്മുടെ സ്കെയിലർ ചെയിൻ. അറിയാലോ എന്താണ് സ്കെയിലർ ചെയിൻ എന്നുള്ളത്? അറിയില്ലെങ്കിൽ ഇപ്പം നമ്മൾ അത് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമ്മുടെ ഹെൻറി ഫെയോൾ പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ മൊത്തത്തിൽ മൂപ്പരുടെ പ്രിൻസിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു അടുക്കും ചിട്ടയും വേണമെന്നാണ് മൂപ്പരുടെ ഒരു ഇത്. നമുക്കും അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒബ്ജക്ഷൻസും ഇല്ല. സോ അങ്ങനെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഓർഗനൈസേഷനിൽ ആൾക്കാർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ വേണം എന്നുള്ളത്. അപ്പോൾ മൂപ്പര് പറഞ്ഞ കാര്യം നമുക്കൊന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. So according to Fayol, organization should have a chain of authority and communication that runs from top to bottom and should be followed by all managers and the subordinates. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ ഈ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടി ഉണ്ടാവണം. അതെങ്ങനെയായിരിക്കണം? മുകളിൽ നിന്ന് താഴേക്ക്, അതായത് ഹയർ അതോറിറ്റി ടു ലോവർ അതോറിറ്റി ആയിരിക്കണം അതിൻ്റെ ഒരു ട്രാൻസ്ഫർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മൂപ്പരുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം സ്കെയിലർ ചെയിൻ എന്ന് പറയുന്നത്. സോ ഡിഫൈൻ സ്കെയിലർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. വാട്ട് യു മീൻ ബൈ സ്കെയിലർ ചെയിൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സ്കെയിലർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മീനിങ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? ദ ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്സ് ആർ നോൺ ആസ് സ്കെയിലർ ചെയിൻ. അതായത് മുകളിൽ നിന്നുള്ള റാങ്കുകൾ അല്ലെങ്കിൽ വലിയ റാങ്കുകൾ തൊട്ട് ചെറിയ റാങ്കുകൾ വരെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫോർമൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്കെയിലർ ചെയിൻ ത്രൂ തന്നെ ആയിരിക്കണം എന്നാണ് ഫെയോൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്കെയിലർ ചെയിൻ എന്ന് പറയുന്നത്. കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പിക്ചറാണ് അല്ലേ? സോ ഇവിടെ എക്കാണ് ഹയർ അതോറിറ്റി എന്ന് പറയുന്നത്. എയുടെ അണ്ടറിൽ 2 സെക്ഷൻ ഓഫ് അതോറിറ്റി ഉണ്ട്. അതിലൊന്ന് B to E ആണ്, 2 എന്ന് പറയുന്നത് F to I ആണ്. ഓക്കെ, E എന്ന് പറയുന്ന ഒരാൾ മേ ബി സൂപ്പർവൈസറോ മാനേജേഴ്സോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഈക്ക് എമർജൻസി ആയിട്ടൊരു കാര്യം ആരോട് പറയാനുണ്ട്? നമ്മുടെ ഐയോട് പറയാനുണ്ട്. നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിൽ, അതായത് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരു തരത്തിലും ഈക്ക് നേരിട്ട് ഐയോട് പറയാൻ സാധിക്കില്ല. ഈ എന്ത് ചെയ്യണം? ഈ ആദ്യം അത് ഡിയോട് പറയണം, എന്നിട്ടോ ഡി അത് സിയോട് പറയും, സി അത് ബിയോട് പറയും, ബി അത് എയോട് പറയും, എ ടു എഫ്, എഫ് ടു ജി, ജി ടു എച്ച്, ഫൈനലി ഐയോട്. എത്ര സമയം എടുക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര മിനിമം ആണെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു 5 minutes ഈച്ച് കൂട്ടി നോക്ക്, എത്ര സമയം എടുത്തിട്ടുണ്ടാവും. സോ ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. ചില സിറ്റുവേഷനിൽ വളരെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഇത്രയും ദൂരം സഞ്ചരിച്ച് വരുന്ന സമയത്ത് ഡിലേ ആവുന്നത് കൊണ്ട് ഫെയോൾ പറഞ്ഞു, ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഞാനൊരു ഓപ്പർച്യൂണിറ്റി തരാം. അതായത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, എമർജൻസി സിറ്റുവേഷനിൽ ഈക്ക് ഡയറക്റ്റ് ഐയോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കെയിലർ ചെയിനിൽ ഒരു ഷോർട്ടർ റൂട്ട് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫെയോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ഡിലേഡ്. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേഷൻ ഡിലേ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫെയോൾ പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ടർ റൂട്ടാണ് ഈ ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ ഫെയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കെയിലർ ചെയിൻ എന്താണെന്ന് പഠിച്ചു. സോ ഈ ഒരു സ്കെയിലർ ചെയിൻ എന്താണെന്ന് 3 to 4 മാർക്സിന് ചോദിക്കാം.
അതല്ലെങ്കിൽ ഫോർമൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 1 മാർക്കിന് ചോദിക്കാം. അതും അല്ലെങ്കിൽ എന്താണ് ഗ്യാങ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അതും ഒരു 1 മാർക്കിന് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഇനി നമുക്ക് ആൻസർ ചെയ്യാലോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും നിർബന്ധമായിട്ടും ടോപ്പിക്ക് പഠിക്കണം. ഇനി ഒരു 1 മാർക്കിൽ കൂടുതൽ 2 മാർക്സ് ആയാലും 3 മാർക്സ് ആയാലും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ വരക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഉഷാറാണല്ലോ. അപ്പം നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് വീണ്ടും കാണണം.